ഇത് നിങ്ങൾക്ക് റിലേറ്റബിൾ ആണെന്നോ അറിയില്ല കേട്ടാ. നമ്മുടെ നാട്ടിൻ്റെ പുറത്ത് അറ്റ്ലീസ്റ്റ് നമ്മുടെ കേരളത്തിൻ്റെ പുറത്ത് ജീവിക്കുന്നതായിരിക്കും എക്സാക്ട്ലി റിലേറ്റബിൾ ആയിരിക്കും. ആവൂലേ? ആവണല്ലോ, എന്നാലും ഈ സ്റ്റോറി അങ്ങോട്ട് പോയില്ലൂ കേട്ടാ. ഇതാ നമ്മളെ ഫസ്റ്റ് ഷോട്ട് കിട്ടാ. ഇവനെങ്ങനെയുള്ള ആക്ട് ചെയ്യാൻ പറഞ്ഞു. എന്നെ കൊണ്ട് ആക്ട് ചെയ്യാനൊന്നും പറ്റൂല. എന്നാലും പോട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. എന്താ പറയുക, മറ്റേ ജയസൂര്യ ഏതോ സിനിമ പറയുന്നില്ലേ, തൃശ്ശൂർ പൂരത്തിൽ. മൈ ബാഡ്, ഞാൻ മറന്ന്. ആ സീൻ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടാ. എന്നെ പോലെ കട്ട ഫ്ലോപ്പായി. നമുക്ക് ഇത് പിടിച്ചാലോ? എന്താ പറയുക, ദൈവത്തിനോട് വെച്ച് കാര്യം പറയണ്ടേ ഏട്ടാ. സോ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കേസ് ഉണ്ടായിരുന്നു, അത് പറഞ്ഞാടിയിരുന്നു കേട്ടാ. ഇനി നമുക്ക് ചെങ്ങായി എന്താ പറഞ്ഞറിയോ, അല്ല നടത്തി തരാം, കുറച്ച് ടൈം എടുക്കും, വെയിറ്റ് ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാത്തിരുന്ന് കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ അൺസ്പോക്കണാ, അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ആണ്, അല്ലെങ്കിൽ ഡീപ്പായിരിക്കും, അല്ലെങ്കിൽ ഇൻറ്റൻസ് ആയിരിക്കും കേട്ടാ. അല്ല അത്രയും ഇല്ലൂ കേട്ടാ. ഐ എം സോറി അബൌട്ട് ദാറ്റ്. നമ്മൾ സ്റ്റോറിയും സ്കിപ്പ് ആവുന്നുണ്ടോ സംശയമുണ്ട് കേട്ടാ. നാട്ടിൽ ഗാനമേള ഇഷ്ടപ്പെടുന്നവരും പബ്ബ് ഇഷ്ടപ്പെടുന്ന താല് കമൻറ്റ് തന്നെ. ഇവന്റെ ഉദ്ദേശം എന്നാ, ഈശ്വര വല്ല HR ആയിട്ടാവണേ. മൈ ബാഡ്. ഇവനെല്ലാം കൂട്ടിയിട്ടാണോ ഈശ്വര ഉത്സവ പറമ്പിൽ വന്നിനി. ഫോൺ വിളിക്കാനാ വീട്ടിൽ ഇരുന്നാ പോരടാ. ഈശ്വര വല്ല ടെലിക്കോള തേച്ചാവണേ. അങ്ങനെ ഇന്നത്തെ ഉത്സവം കഴിഞ്ഞിട്ടാ എല്ലാവരും വീട്ടിലെത്തി. ഇവനെ കാത്തിരിക്കുന്നതാണെന്ന് ഞാൻ എന്നെ കണ്ട് നല്ല നടന്നിട്ട് തോന്നിയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സീൻ ഈ പാട്ടല്ലാണ്ട് വേറെ പാട്ട് പറ്റും. എള്ളുകിലെങ്ങും കാവിൽ കുറുവമ്പ് വിളിക്കും കാറ്റിൽ നന്ദുണി മീട്ടും കാവിൽ കളികോമരമുറ. ഇങ്ങനെ പാട്ട് കേട്ട് തന്നാ മതിയാ, വീട്ടിൽ പോണ്ടേ. ഓൾമോസ്റ്റ് 1 മണി കഴിഞ്ഞിട്ടാ. എനിക്കൊന്ന് പുറത്തില്ലവർക്ക് ഏറ്റവും മിസ്സാക്കുന്ന ഇങ്ങനെ ഉത്സവം കഴിഞ്ഞിട്ട് രാത്രി ഇങ്ങനെ തട്ടടി വന്നിട്ട് ഇങ്ങനെ ദോശയും ചമ്മന്തിയെല്ലാം കഴിക്കുന്ന സുഖമുണ്ടല്ലോ. ഇതിൽ തന്നെ ഒരു വൈബ് തന്നെ കേട്ടാ. ഇനി പോയിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ കിക്ക് ഔട്ട് ചെയ്യും.